ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചക്കടയ്ക്ക് വേണ്ടിയിട്ട് ചക്ക വരട്ടിയെടുക്കില്ലേ, ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത്. അതിന് വേണ്ടിയിട്ട് പഴുത്ത ചക്ക കുക്കറിലിട്ട് 3-4 വിസിൽ വിളിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് യോജിപ്പിച്ചെടുക്കാം. ശർക്കര തിളച്ച് വരുന്നുണ്ട്. ഇനി ശർക്കര ഉരുകി ചക്കയെ കൂടെ യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് തീയൊന്ന് കുറച്ചിടാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് ചക്കതേ ആയി വരുന്നുണ്ട്. നന്നായി വരണ്ടിരിക്കുന്നുണ്ട് ചക്ക. കുറച്ച് കൂടി നേരം തിളപ്പിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതേ ചക്ക ആയി വന്നിട്ടുണ്ട്, നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട് ചക്ക. നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് പകർത്താം. ചക്ക കണ്ട നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. പാത്രത്തിലേക്ക് പകർത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ആവശ്യാനുസരണം ചക്കട ഉണ്ടാക്കുന്ന ടൈമിൽ എടുത്ത് ഉപയോഗിക്കും. എത്ര ചക്കട ഉണ്ടാക്കണം അതിനനുസരിച്ചുള്ള ചക്ക വരട്ടിയതെടുത്തിട്ട് നമുക്ക് അരിപ്പൊടിയും ചേർത്തിട്ട് ചക്ക എപ്പോൾ വേണമെങ്കിലും ചക്കട ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.